നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ GTA 5 എങ്ങനെ നമ്മുടെ മൊബൈലിൽ കളിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനുവേണ്ടി ഒരു ചെറിയൊരു ട്രിക്കുണ്ട്. ഈ ട്രിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് GTA 5 നിങ്ങളുടെ മൊബൈലിൽ ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സോ ഗൈസ്, നമുക്ക് GTA 5 എങ്ങനെ മൊബൈലിൽ കളിക്കാം? നമ്മുടെ GTA 5 നമ്മുടെ മൊബൈലിൽ സപ്പോർട്ട് ആവുമോ അതോ ഇല്ലയോ? GTA 5 മൊബൈലിൽ PC വേർഷനിൽ ഏകദേശം 94 GB സൈസ് വരുന്ന ഒരു ഗെയിമാണ് GTA 5. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു ലോ എൻഡ് ഡിവൈസ് ആയ ഒരു മൊബൈലിൽ എങ്ങനെ GTA 5 സപ്പോർട്ട് ആവും? അതുപോലെ തന്നെ GTA 5 ആയാലും PC ഗെയിംസ്, മറ്റുള്ള PC ഗെയിംസ് ഒക്കെ എങ്ങനെ സപ്പോർട്ട് ആവും? ഏകദേശം PC ഗെയിംസ് വന്നാൽ ഒരു തന്നെ 4GB, 6GB, 2GB, 13GB, 20GB അങ്ങനെ പല സൈസിലായിരിക്കും PC ഗെയിംസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസൊക്കെ എങ്ങനെ നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റും? അത് കളിക്കാൻ പറ്റുമോ ഇല്ലയോ? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്ലൗഡ് ഗെയിംസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ ക്ലൗഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ഒക്കെ ആയി ഒരു ലേഡിയുടെ ഒരു പടമൊക്കെ വന്നിട്ടുണ്ട്. ഒരു പെങ്കൊച്ച് കണ്ട് തുള്ളിച്ചാടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്. ഫസ്റ്റിൽ ആ ഒരു സിമ്പിൾ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും, നോ ഗെയിംസ് നോ ഫയൽ എന്ന് പറഞ്ഞ് എഴുതിക്കുന്നത് കാണാം. ഈ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ നമുക്ക് നോ ഗെയിം നോ ഫയൽസ്, ഇതിനൊന്നും നമുക്ക് ഫയൽ പോലും വേണ്ട. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഗെയിംസ് വേണേലും നമ്മുടെ മൊബൈലിൽ ഇവിടെ നിന്ന് കളിക്കാൻ പറ്റും. PC ഗെയിംസ് ഏതായാൽ പോലും. അപ്പോൾ നിങ്ങൾക്കറിയാം, PC ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഗെയിം ഗ്രാഫിക്സ് ആണ് നമ്മുടെ PC കിട്ടുന്നൊരു ഗെയിം. കളിച്ചവർക്കെല്ലാം അറിയാം PC ഗെയിംസൊക്കെ വേറെ ലെവലാണ്. അതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അതിൽ ആകർഷിച്ചിരിക്കുന്നൊരു ഡെവലപ്പാണ് PC ഗെയിമിങ്ങിൻ്റെ ഗ്രാഫിക്സ് തന്നെ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വന്നേക്കുന്ന കാണാം. ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് ഇൻ്റർഫേസൊക്കെ വന്നേക്കുന്ന കണ്ടോ? അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ. കാറ്റഗറിയിൽ കുറേ ഗെയിം കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ PC ഗെയിംസിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അടുത്ത ലിസ്റ്റ് വരുന്നത് മൈ ഗെയിംസ് എന്നാണ് ഒരു ലിസ്റ്റാണ്, മൈ ഗെയിംസ്. അപ്പം നമ്മുടെ മൈ ഗെയിംസിനകത്ത് നോ എനി ഗെയിംസ് മൈ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സിലേക്ക്, മൈ എന്ന സെറ്റിങ്സിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അതാണ് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാലൻസ്, സെറ്റിങ്സ്, സ്പീഡ് സെലക്ഷൻ, ഫീഡ്ബാക്ക്, അതുപോലെ കാർഡ് കൂപ്പൺസ് എന്ന് പറഞ്ഞിട്ട് മേലോട്ട് ഓപ്ഷൻസ് കിടക്കുന്നതാണ്. ഇനി അതിനുശേഷം മേളിൽ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ അവിടെ കാണാം നിങ്ങൾക്ക് സ്പോർട്ടിംഗ് ഈവൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ താഴെ കിടക്കുന്നതാണ് SVIP, അതുപോലെ ഫാസ്റ്റ് പാസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കിടക്കുന്നതാണ്. ഇവിടെ നമ്മൾ SVIP നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. SVIP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് വരും. 3 ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് $4, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് $29, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് $119. നിങ്ങൾക്കിത് പേ ചെയ്യാൻ ഏത് മുഖേന നിങ്ങൾക്ക് പറ്റും. ഇവിടെ Paytm പറ്റും, ഗൂഗിൾ പേ പറ്റും. അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് പൈസ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഓപ്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും ഡൗട്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഗെയിം കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഡൗട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് കേട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മൗസ് വേണം. നമുക്കൊരു മൗസിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. മൗസിൻ്റെ ആവശ്യം ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് നമുക്ക് മൗസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മൗസിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമത് നമ്മുടെ ഒരു കീബോർഡ് ആവശ്യമുണ്ട്. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മളൊരു ജോയിൻ സ്റ്റിക്ക് നമ്മൾ സംഘടിപ്പിക്കണം. ജോയിൻ സ്റ്റിക്ക് വേണം. ജോയിൻ സ്റ്റിക്ക് GTA 5 എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. GTA എന്ന് പറഞ്ഞാൽ GTA ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ഒന്ന് കൊടുത്താൽ മതി. GTA 5 മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് GTA 5 എന്ന് വരുന്നത്. സെർച്ച് ചെയ്തപ്പോൾ GTA 5 തന്നെ ആയിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഈ മൊബൈലിൽ കളിക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല. കാര്യം മൊബൈലിൽ കളിക്കണമെങ്കിൽ നമ്മളിവിടെ പേ ചെയ്യണം. SVIP
ഫ്രീ എന്നുള്ള ഓപ്ഷന് നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമുക്കിത് കളിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഗെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വർക്ക് ആവണമെങ്കിൽ നമ്മളിവിടെ പൈസ ഫീ കൊടുക്കണം. അതല്ല നമുക്ക് വേറെയുള്ള ഗെയിംസൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ റെസിഡൻസ് ലീവ് കളിക്കാം, മറ്റുള്ള ഗെയിംസ് ഏത് വേണമെങ്കിലും കളിക്കാം. ഞാൻ ജസ്റ്റ് റെസിഡൻസ് ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ബാക്കിയൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിംഗ് പോലെ ഇരിക്കും ഗെയിംസൊക്കെ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ആയി സ്പീഡിൽ വരണമെങ്കിൽ. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ ഗെയിം റൺ ആയതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ഫോണാണ്. അമ്മയുടെ ഫോണിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ ഫോണിൽ ഗെയിം റൺ ആയതാണ്. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫോണിൽ ഗെയിം കളിക്കുന്നതായിട്ട് ഞാൻ കാണിക്കാതെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഇതിനകത്ത് ഗെയിം കളിക്കുന്നതായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുത്തൊന്ന് ട്രൈ ചെയ്താൽ അത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് ഗെയിം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡായിട്ടുണ്ട്, കണ്ടോ, ലോഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഏത് സെർവറാണ് നമ്മൾ കളിക്കേണ്ടത്, ഏത് ഇതാണ് ഗെയിം നമുക്ക് എൻട്രി കിട്ടുന്നതെന്ന് അവരൊന്ന് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് 15. നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിമിങ്ങിൻ്റെ ഇതിലോട്ട് എൻ്റർ വരുമ്പം അവിടെ ഫോണിലോട്ടൊന്ന് വൈബ്രേഷൻ അടിച്ച് ഇവിടെ എൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് നേരെ സ്റ്റാർട്ടായി കയറും. അതാണ് ഗെയിമിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത്ര സെക്കൻഡ് മാത്രമേ തരത്തുള്ളൂ. ഏതാണ്ട് 10 സെക്കൻഡ് മാത്രമേ തരത്തുള്ളൂ. 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്ത് ഗെയിമിൽ കയറിയിരിക്കണം. അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റില്ല. അടുത്ത സെർവറിന് വേണ്ടി നമ്മൾ വെയിറ്റ്. ഇപ്പോൾ സോ ഗൈസ് നമുക്കിവിടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഗെയിമിൻ്റെ പ്രധാന ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലോഡിങ് ആവുന്ന കാണാം. ജസ്റ്റ് ഇവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നമുക്കിവിടെ ഗെയിമിൻ്റെ ഒരു സെറ്റിങ്സ് മേളിൽ കാണാം. ടോപ്പിലൊരു ഗെയിമിംഗ് സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ജസ്റ്റ് ഈ ലോഡിംഗ് ഒക്കെ നിന്ന് ഗെയിമിൻ്റെ ഒരു കീബോർഡ് സെറ്റിലോട്ട് നമുക്ക് വരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഓപ്ഷനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ടിപ്പും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഈ ടിപ്പും കാര്യങ്ങളും അനുസരിച്ചാണ് നമ്മളിവിടെ ലോഡ് ആവുന്നത്. ഇപ്പോൾ കണ്ടത് നമ്മുടെ ഒരു PC-ക്കകത്ത് ലോഡ് ആവുന്ന പോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു മൗസിൻ്റെ ഒരു പോയിന്റ് വന്നേക്കുന്നതാണ്. ജസ്റ്റ് ഒരു PC-ക്കകത്ത് ലോഡ് ആവുന്ന രീതിയിലാണ് ഇതിനകത്ത് ഗെയിം ലോഡായി വരുന്നത്. Evil 2 ഇതെങ്ങനെ നമ്മുടെ PC-യിൽ കളിക്കുന്ന ഗെയിം ഈദി വൽക്കൈ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമെല്ലാം നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് കൊണ്ട് ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗെയിം ഇതാവും. Xോ Bയോ അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗെയിം റണ്ണായി വരും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഗെയിമിലോട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ X കൊടുക്കാം, അല്ലെങ്കിൽ ചേഞ്ച് ഡിഫോൾട്ട് കൊടുക്കാം, കൺഫേം കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് കയറുവാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗെയിം ലോഡിങ് ആയിട്ട് ഗെയിമിലോട്ട് കയറുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കീബോർഡ് ഇല്ലേ പോലും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. നമ്മുടെ മൊബൈലിൻ്റെ ഇത് വെച്ചിട്ട് കൺട്രോളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ജസ്റ്റ് ചിലപ്പോൾ കീബോർഡ് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് കീബോർഡിൻ്റെ ആവശ്യം വന്നായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കീബോർഡിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇടയ്ക്ക് ഇതിനകത്ത് ഈ ഒരു കൺട്രോൾസൊക്കെ ശരിക്കും വർക്ക് ആവില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഗെയിം കളിക്കണമെങ്കിൽ കീബോർഡ് കണക്ട് ചെയ്താൽ അങ്ങനെ ഒരു വിഷയം വരില്ല. നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ കിട്ടും. അതുപോലെ ഈ ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി അല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എനിവേ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് $4 നിങ്ങൾ കൊടുക്കണം. $4 അത്രയും കൊടുത്ത് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GTA 5 നിങ്ങളുടെ മൊബൈലിൽ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കീബോർഡ് മൗസ് മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ ഗെയിമിംഗ് സ്റ്റിക്ക് വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഗെയിം നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.